ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്നും അല്പനേരം ദൈവവചനം ചിന്തിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന ഈ ഭാഗ്യത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങൾ തയ്യാറാണോ കുറച്ച് നേരം വചനം ചിന്തിക്കാൻ? വളരെ സിമ്പിളായി, വളരെ ലളിതമായി, ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ ദൈവവചനം ചിന്തിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളെൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്തത് നിങ്ങളുമായിട്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് സഭ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ ഈ ലോകത്ത് നിരവധിയായ സഭകളുണ്ടല്ലേ. മലയാളികളായ പ്രത്യേകിച്ച് നമുക്കറിയാം, പല പ്രസ്ഥാനങ്ങളുണ്ട്. പല ഒരു ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ നമുക്കറിയാം പല ഡിനോമിനേഷൻസ് ഈ ലോകത്തിലുണ്ട്. അപ്പോൾ അതിൽ എല്ലാം അറിയപ്പെടുന്ന സഭകളുണ്ട്. അപ്പോൾ ഈ സഭ എന്താണെന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ ചിന്തിക്കാം. സഭ എന്നുള്ളത് മനുഷ്യർ ഉണ്ടാക്കിയതാണെങ്കിലും ഈ ലോകത്ത് പ്രസ്ഥാനങ്ങൾ, അതായത് ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ കൂട്ടായ്മകൾ, ഇതെല്ലാം മനുഷ്യരാണല്ലേ. ഇപ്പോൾ ഒരു മനുഷ്യരില്ലെങ്കിൽ ഇതിൽ സഭ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. സഭ എന്നുള്ള വാക്ക് തന്നെ ദൈവവചനത്തിൽ നിന്നുള്ളതാണ്. അത് കർത്താവ് ഉപയോഗിച്ചൊരു വാക്കാണത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് ഒരു ദൈവവചനത്തിൽ പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഭ, അപ്പോൾ ഇത് ആരുടെ സഭയാണ്? ദൈവത്തിൻ്റെ സഭ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ പാതാള ഗോപുരങ്ങൾ അതിനെതിരെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് കർത്താവ് പറയണമെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യശക്തികൾ അതിനെ ജയിക്കുകയില്ല എന്നല്ല പറഞ്ഞത്, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ പുറകിൽ? പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കും. അപ്പോൾ ഈ പിശാചിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പാതാള ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പിശാചിൻ്റെ ശക്തികൾക്ക് അതിന് ജയിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കംകാരൻ എന്ത് വിശ്വസിക്കുന്നു, വിശ്വസിച്ചാൽ സത്യമായി വിശ്വസിച്ചാൽ നല്ലത്. വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ അടുത്ത തലമുറ വന്നു, എൻ്റെ മക്കൾ വന്നു, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ബാക്കോട്ട് ഫ്രണ്ടിലേക്ക് എല്ലാവരും ആരും വിശ്വസിച്ചില്ലെങ്കിലും എന്താ പറഞ്ഞേ? കർത്താവിൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പിശാചിന് ആരിലൂടെ പ്രവർത്തിക്കാം? പിശാച് മനുഷ്യരിലൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേ. ഈ പിശാച് ഇപ്പോൾ നമുക്കറിയാമോ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിശാച് സഭയ്ക്കെതിരെ ഇങ്ങനെ മനുഷ്യനില്ലാതെ അദൃശ്യമായി ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അപ്പം മനുഷ്യരായ നമ്മളിലൂടെ തന്നെയാണ് അല്ലേ പിശാച് ഈ ലോകത്തെ യുദ്ധം അഴിച്ചുവിടുന്നത്. അല്ലാതെ വേറൊരു മാധ്യമം ദൈവവചനത്തിലും ഉള്ളതായി അറിയുന്നില്ല. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവവചനത്തിൽ കർത്താവ് പറയുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല. അപ്പം നമ്മളിതിന് പങ്കായി പോകരുത്, അറിഞ്ഞോ അറിയാതെയും. ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു മർമ്മം എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. ഒരു മിസ്റ്ററി ആയിട്ടാണ് ദൈവവചനത്തിൽ ഈ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് പറയുന്നത്. അപ്പം മിസ്റ്ററിയാണ് അത് വലിയൊരു നിധി പോലെ. അല്ലെങ്കിൽ ഈ പഴയ നിയമം മുതലേ ഈ സഭ വെളിപ്പെട്ട് വന്നിരുന്നു. നമുക്കറിയാത്തത് കൊണ്ടാണ്, നമ്മൾ ശ്രദ്ധിച്ച് നോക്കാത്തത് കൊണ്ടാണ്. ഇതൊരു ഗ്രാജുവൽ പ്രോഗ്രഷനാണ്. അത് ദൈവം ലോകം സ്ഥാപിക്കുന്ന സമയത്ത് മുതലേ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു മർമ്മമാണ്, ഒളിഞ്ഞിരുന്നിരുന്ന ഒരു മർമ്മമാണ് ദൈവത്തിൻ്റെ സഭ എന്നുള്ളത്. അത് വളരെ ആഴത്തിലുള്ളൊരു ചിന്തയായതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി വേറെ സമയം കണ്ടെത്താം. നമുക്കിത് ഈ ചർച്ചിൻ്റെ ചിന്തയായിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ നമുക്ക് ഒരുപാട് സിംബോളിക്കായിട്ട് സഭ എന്താണെന്ന് കാണാൻ കഴിയും. കർത്താവിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കാണാൻ കഴിയും. കർത്താവ് ലോകത്തിൽ വരുമെന്നും
യെശയ്യാ പ്രവചനത്തിലെല്ലാം കാണാൻ കഴിയും. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിരവധിയായ ഭാഗങ്ങളിൽ യേശുവിനെ കാണാൻ കഴിയും. അപ്പോൾ യേശുവിനെ കാണാൻ കഴിയുമെങ്കിൽ തീർച്ചയായും യേശുവായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സഭ എന്നുള്ളതും. കർത്താവ് അതായത് കർത്താവ് ആ ഒരു നമ്മൾ പുതിയ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ പാറയായിട്ടാണ്, അതായത് നമ്മുടെ കർത്താവ് നമുക്ക് ക്രിസ്തു ആകുന്ന പാറമേൽ കർത്താവ് പറഞ്ഞു, പണിയുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലേ, വേറൊരു ഭാഗത്ത് പറഞ്ഞു, ഞാൻ ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ വീട് പണിതും ബുദ്ധിയുള്ള മനുഷ്യനോട് സമമെന്ന് പറഞ്ഞു. നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ ആകണം. നമ്മൾ എന്ത് പണിയുകയാണെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യരെ പോലെ പണിയണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ബുദ്ധിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരമുള്ള പണി. അത് സഭയുടെ ബിൽഡിങ് പണിയുന്ന കാര്യമല്ല പറയണേ, അതിലുള്ള ആളുകൾ, അതിലുള്ള അന്തരീക്ഷം, അതിൽ ദൈവഹിതമായ ദൈവപ്രവൃത്തികൾ, കാര്യങ്ങൾ, ദൈവവചനം, ഇതെല്ലാമാണ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പണിയേണ്ട കല്ലുകളായിട്ട് വേറൊരു സ്ഥലത്ത് ഉപമിക്കുന്നുണ്ട് മനുഷ്യർ. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി പണിയപ്പെടുന്നുവെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു. അപ്പം നമ്മൾ ജീവനുള്ള കല്ലുകളെ പോലെയാണ് ദൈവസഭയിലായിരിക്കേണ്ടത്. ജീവനില്ലാത്ത കല്ലുകളെ പോലെ, അതായത് ചത്തിരിക്കുക എന്നല്ല അർത്ഥം. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഉണർവ് പോലെ ഇരുന്നാലും നമ്മൾ ഫലങ്ങളാലും സ്നേഹത്താലും ദൈവകൃപയാലും നിറഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ അവർ ഉറങ്ങുക തന്നെയാണ് ചെയ്യുന്നത്, ഉണർന്നല്ല ഇരിക്കുന്നത്. ഈ ആത്മീകമായ ഉണർവിനെയാണ് ഉണർന്നിരിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജീവനുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഓപ്പോസിറ്റാണ് ജീവനുള്ള അവസ്ഥ. ജീവനുള്ള കല്ലുകളെ പോലെ, അതായത് നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മറ്റുള്ളവനും ഫലം കായ്ക്കാൻ അനുവദിക്കുന്ന, മറ്റുള്ളവരിലേക്കും ജീവൻ വ്യാപരിക്കുന്ന ഒരവസ്ഥയാണ് ജീവനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ. ജീവനുള്ള ഒരാൾക്കാണ് മറ്റൊരാൾക്ക് ജീവൻ. ജീവൻ മനുഷ്യന് തന്നത് ദൈവത്തിൽ ജീവൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ദൈവം ജീവൻ തരാനിടയായത് അല്ലേ. അപ്പോൾ വിഷയങ്ങൾ ഒരുപാട് ഡെപ്തിലാണ് കിടക്കുന്നത്. എന്തായാലും നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ, ദൈവം ആയുസ്സ് തരുന്നെങ്കിൽ കുറേയൊക്കെ നമുക്ക് കഴിവതും ചിന്തിക്കണം. എന്നാലും 1% ആവുള്ളൂ ബൈബിളിൻ്റെ. നമ്മളൊരു ആയുഷ്കാലം മനുഷ്യൻ ചിന്തിച്ചാൽ പോലും 1% പോലും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവസഭ എന്നുള്ളത്. ഈ ലോകത്തുള്ള പ്രസ്ഥാനങ്ങളെല്ലാം അവിടെ കിടക്കട്ടെ. നിങ്ങൾ ഈ കേൾക്കുന്ന ആരാണെങ്കിലും ഏത് വിഭാഗം എന്നുള്ള അതിൽ അവിടെ കിടക്കട്ടെ. നമുക്ക് പ്രസ്ഥാനങ്ങളെ മറക്കാം. പ്രസ്ഥാനങ്ങളെ മറന്ന് നമ്മളെ സംബന്ധിച്ച് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർ പല രീതിയിൽ ഇതിനെ കോട്ടിയിട്ടുണ്ട്, പല രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ബൈബിൾ മാറ്റിയിട്ടില്ല, പക്ഷേ ഇതിൽ നിന്നുള്ള പേഴ്സ്പെക്റ്റീവ്, ഇതിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിങ് is so different when you look into different religion, different denomination. It's all different. It all talks differently. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വളരെ വ്യത്യസ്തമായി സംസാരിക്കുന്നതുകൊണ്ട്, പല പ്രസ്ഥാനങ്ങളും വ്യത്യസ്തമായി സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സത്യം, എന്താണ് കർത്താവ് പറഞ്ഞ സത്യം, എന്താണ്. കാരണം ഇത് മനുഷ്യർ നിങ്ങളെ ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടു കൂടെയുള്ള വാസമാണ്. അത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന തലത്തിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന ഇടത്തുള്ള ആളുകൾ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ, അതോ ഈ ലോകത്തെ കുറ്റം പറച്ചിലും കാര്യങ്ങളിലേക്കുമാണോ നിങ്ങളെ വഴി നയിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിയാണ്, ദൈവം വിശുദ്ധനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സഭയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും വിശുദ്ധിയുള്ള കാര്യങ്ങളായിരിക്കും. അത് ദൈവഹിതമായ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടം ഉള്ള കാര്യങ്ങളായിരിക്കണം ദൈവസഭയുടെ ഉള്ളിൽ നടക്കേണ്ടത്. അപ്പോൾ കർത്താവ് ഒരിടത്ത് നമുക്ക് കാണാൻ കഴിയും, കർത്താവ് ദേവാലയം മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. ഈ പ്രാവ് വിൽക്കുന്നവരെയും, അതായത് ദേവാലയത്തിൻ്റെ ഉള്ള, അന്ന് പഴയ നിയമത്തിൽ ദേവാലയം ഉണ്ടായിരുന്നു അല്ലേ, നമുക്കറിയാം ശലോമോൻ പണിതീർത്ത ദേവാലയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദേവാലയം യേശുവിൻ്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേനും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ മാറിപ്പോയി, കച്ചവടം നടത്തുന്ന ഇടമായി തുടങ്ങിയല്ല, അങ്ങനെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരാധനയുണ്ടോ, ഉണ്ടാവുമായിരിക്കാം, അതിനെക്കുറിച്ചല്ല നമ്മൾ അവിടെ പറയുന്നില്ല ആ ഭാഗത്ത്. പക്ഷേ അവിടെ യേശു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അതിനെ ക്ലെൻസ് ചെയ്യാണ്, അവിടെ അതിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുകയാണ് ചെയ്യണത്. ആ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ യേശു തുടച്ചു നീക്കുകയാണ് ചെയ്യണത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്
അത് ശരിക്കുള്ള സഭയല്ല. പക്ഷെ അത് പിതാവാം ദൈവത്തിൻ്റെ, യേശു പറയണത് തൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാ ആലയമെന്ന് പറയപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം അന്ന് വരെ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം അല്ല അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ദൈവകാര്യങ്ങൾ അത്ര വിശുദ്ധമാണെന്ന് കർത്താവ് തന്നെ കാണിച്ചു തരികയാണ് നമുക്ക് ചെയ്യണത്. അതിൻ്റെ ഉള്ളിൽ അശുദ്ധിയുള്ളതൊന്നും ചെയ്യരുത് എന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ ബിൽഡിങ്ങിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബിൽഡിങ്ങിന് പ്രസക്തി സ്വല്പം ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ കാര്യമായതുകൊണ്ട്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഇടമായതുകൊണ്ട് ദൈവമാണ്. പക്ഷെ വേറൊരു ഭാഗത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ശമര്യാസ്ത്രീയുമായിട്ടുള്ള യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യാസ്ത്രീയുമായുള്ള കോൺവെർസേഷനിൽ പറയുന്നു ഇങ്ങനെ, ഞങ്ങൾ എവിടെ ആരാധിക്കണമെന്ന് ശമര്യാസ്ത്രീ ചോദിച്ചപ്പോൾ ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവസഭ ലോകം മുഴുവൻ പടരാൻ പോവുകയാണ് അല്ലേ. ദൈവത്തിൻ്റെ ഈ വചനം, ഈ പരിശുദ്ധാത്മാവ് കർത്താവ് അയച്ചു തന്ന പരിശുദ്ധാത്മാവ് ലോകത്തിൽ മുഴുവൻ വ്യാപരിക്കുകയും ഒരിടത്ത് മാത്രം ഈ യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങിയിരുന്ന കാര്യം ലോകമെമ്പാടും ഈ രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ അനുഭവം, രക്ഷയുടെ വചനങ്ങൾ ലോകമെമ്പാടും പരക്കാൻ പോകുന്നത് യേശു മുൻകൂട്ടി പറയുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വന്നും ഇരിക്കുന്നു, യേശുവിൻ്റെ കാലത്ത് തന്നെ അത് വന്നും ഇരിക്കുന്നു എന്ന് പറയണം. അപ്പം ബിൽഡിങ്ങിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രസക്തി ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ ഒരുമിച്ച് കൂടി വരാനൊരിടം ഓഫ് കോഴ്സ് വേണം അല്ലേ. അപ്പോൾ അത് ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഒരു 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 സ്ഥലം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഈ സ്ഥലത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഈ ഇടത്തിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നിയമപുസ്തകം പോലെ നമുക്കതിനെ കണക്കാക്കാൻ പറ്റില്ല. അതിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസ്നേഹം, ദൈവകൃപ, മറ്റുള്ളവന് വേണ്ടി കരുതുന്ന ഒരിടം, ഇതാണ് ദൈവസഭ. അത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു അല്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവയെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്കറിയാം പഴയ നിയമത്തിൽ കർത്താവിൻ്റെ കാലത്തൊക്കെ ഈ ലോഹയോ അല്ലെങ്കിൽ പാസ്റ്റർമാരെ പോലെ വളരെ കോട്ട് സൂട്ടോ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമൊന്നും അല്ല അന്ന് പഴയ നിയമകാലത്തുണ്ടായിരുന്നല്ലേ. അന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ യേശുവിൻ്റെ കാലത്ത് അത് യഹൂദന്മാരുടെ ഒരു വസ്ത്രമുണ്ട്, അത് അവരുടെ ആ ദേശീയ ആ ഒരു നാട്ടിലേതായ വസ്ത്രമാണ്. അത് നമുക്ക് ഇപ്പം സിനിമകളിലോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും, പൊതുവിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പലയിടങ്ങളിൽ, എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു വസ്ത്രധാരണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുരോഹിതന്മാരുടെ വസ്ത്രമല്ല. പുരോഹിതന്മാരുടെ വസ്ത്രത്തെക്കുറിച്ച് ഇന്നതാണെന്ന് ലേവ്യ പുസ്തകത്തിലും പഴയ നിയമ ഭാഗങ്ങളിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത് വ്യത്യാസമാണ്. അത് ഇട്ടിട്ട് നമുക്ക് ഒരു വീട്ടിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും യേശുവിൻ്റെ കാലത്ത് അങ്ങനെ അത് ധരിച്ചുകൊണ്ടാണ് അവർ. അന്ന് യേശുവിൻ്റെ കാലത്ത് അതിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല, നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ യേശു അതിനെക്കുറിച്ച് എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടില്ല, ശിഷ്യന്മാരത് ധരിച്ചതായിട്ട് അറിയില്ല. വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ലേ. വീടുകളിലാണ് ശിഷ്യന്മാർ പുതിയ നിയമസഭകളിൽ കൂടിക്കൊണ്ടിരുന്നത്. യേശു ഇങ്ങനെ ഈ കോട്ടിട്ടുകൊണ്ടല്ല ഈ ലോകം മുഴുവൻ യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേൽ മുഴുവൻ യാത്ര ചെയ്തത് അങ്ങനത്തെ ഒരു കോട്ടിട്ടുകൊണ്ടല്ല. നമുക്കതറിയാം, നമുക്കത് ഊഹിക്കാം. അപ്പോൾ അതിനല്ലായിരുന്നു യേശു അവിടെ പ്രാധാന്യം കൊടുത്തത്. യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് വന്നത്, ഈ ലോകത്തെ സ്നേഹിപ്പാനും ഈ ലോകത്തെ കരുതുവാനും. അപ്പോൾ ഈ കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിമ്പിൾ അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ സഭയിലുള്ളത്. അല്ലാതെ നമ്മളെ ചിന്തിക്കുന്ന രീതിയിൽ ഉള്ള ഒരു അനുഭവം അല്ല അന്നത്തെ സഭയിലുണ്ടായിരുന്നത്. അന്നത്തെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന ആളുകൾ, അത് ഒരുപക്ഷെ പണിയെടുത്ത് വന്നിരിക്കുന്ന ആളുകളായിരിക്കാം, പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അന്നത്തെ ശിക്ഷ അല്ലെങ്കിൽ നമുക്ക് പാഠ്യ രീതികളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ചിന്തിച്ചിട്ടില്ല. പക്ഷേ അന്ന് പല സാഹചര്യങ്ങളിൽ പണിയെടുത്തിട്ട് വന്നിരിക്കുന്നവരായിരിക്കാം, സാധാരണ മീൻ പിടിക്കാൻ പോകുന്നവരായിരിക്കാം, ചുങ്കം പിരിക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ. അപ്പം അവർ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് വന്നിട്ട് ഇന്ന് നമ്മളെപ്പോലെ ഇൻസൈഡ് ചെയ്തിട്ടും സ്റ്റൈലാക്കിയും മുടി വളരെ നല്ല വൃത്തിയിൽ വെട്ടിയോ അല്ലെങ്കിൽ ഷേവ് ചെയ്തോ ഇങ്ങനത്തെ ഒരു ആളുകളല്ല നമുക്ക് കാണാൻ കഴിയുക. അന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ മുടി വളർത്തി, താടി വളർത്തി, ചിലപ്പോൾ കുളിക്കാത്ത, അല്ലെങ്കിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ ആ വഴി വന്ന് ഈ കൂടി വരുന്ന, ഭക്ഷണം കഴിക്കാൻ കൂടി വരുന്ന
അങ്ങനെ ഒരു കൂട്ടം ആളുകളെയാണ് പുതിയ നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയുക. യേശു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ ജീവിച്ചിരുന്നത്. ഒരു മോഡേൺ സൊസൈറ്റി അല്ലായിരുന്നു തീർച്ചയായും. അപ്പോൾ കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് നമുക്ക് ഒരു നല്ല കോട്ട് സൂട്ടിട്ടുള്ള ഒരു സഭയുടെ ഉള്ളിലേക്ക് ഒരു മുഷിഞ്ഞ ഉടുപ്പിട്ട് വന്ന ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും തുറിച്ച് അവരുടെ മേത്ത് തന്നെ നോക്കില്ലേ? അപ്പം അത് ദൈവഹിതമാണോ? അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ലോകം പോയി. അത് ദൈവവചനത്തെ മാറ്റി മറിച്ചില്ലേ അപ്പം? അല്ലെങ്കിൽ ദൈവഹിതത്തെ മാറ്റി മറിച്ചില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ആരുടെ ഇഷ്ടം ചെയ്യുന്നവരാകണം? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിത്തീരണം ദൈവത്തിൻ്റെ സഭയിൽ. ഈ സഭ എന്ന് പറയുമ്പം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ചില പ്രസ്ഥാനങ്ങളുണ്ട്, ആ പ്രസ്ഥാനങ്ങൾ മാത്രം പറയുന്നതല്ല. ചർച്ച് എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സഭ, അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫെല്ലോഷിപ്പ് എന്ന് പല വേർഡുകളുണ്ട് അല്ലേ? അപ്പം അത് ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് താൻ പണിയുമെന്ന് പറഞ്ഞ സഭ, ഞാൻ എൻ്റെ സഭയെ പണിയും, അതിൽ എപ്രകാരം നമ്മൾ പണിയുന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ഈ അതായത് കർത്താവിൻ്റെ ഈ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയുക. അതിന് പകരം നിങ്ങൾ പുല്ല്, വൈക്കോല്, സ്വർണം, അല്ലെങ്കിൽ ഈ ലോകത്തെ എന്തെങ്കിലും ഈ ജീവനില്ലാത്തത് എന്തും കൊണ്ടെങ്കിലും നിങ്ങളത് പണിയാൻ ഇടയായാൽ നമുക്കത് അത് തീ പോലെ നമ്മളെ ശോധന ചെയ്യുമെന്നാണ് പറയണത്. നമ്മൾ ആ അന്ത്യനാളുകളിൽ ദൈവത്തോട് കണക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ദൈവസഭയിൽ നിങ്ങൾ ഒരു ഭാഗമാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവന് സ്നേഹം പകർന്നു കൊടുക്കുവാനും, നിങ്ങളായിരിക്കുന്നിടത്ത് ആയിരിക്കുന്നിടത്തോളം കാലത്ത് മറ്റുള്ളവനെ അസ്വസ്ഥപ്പെടുത്താതെ മറ്റുള്ളവനെ സ്നേഹിക്കുകയും അവർക്ക് ഒരാശ്വാസ വാക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അല്ലാത്ത പക്ഷം നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. കർത്താവ് യോഹന്നാനോട് ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത് സംസാരിക്കുമ്പോൾ അന്ന് നിലനിന്നിരുന്ന സഭകളോടുള്ള ഒരു ദൂത്, അത് അന്നത്തെ മാത്രമല്ല, അത് ഈ കാലഘട്ടങ്ങൾ, പല കാലഘട്ടങ്ങളെക്കുറിച്ചും കൂടിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കർത്താവ് ചില സഭകളോട് ഇന്നതാണ് നിങ്ങളുടെ പ്രവൃത്തികൾ ഇന്നതായിരുന്നു എന്ന് പറയുന്ന ഭാഗം വായിച്ച് നോക്കേണ്ടത് നല്ലതാണ്. നമ്മൾ ആദ്യ സ്നേഹം കുറഞ്ഞു പോയതും, നിങ്ങൾ സമ്പന്നനാണ്, നമ്മുടെ സമ്പത്തല്ല നിങ്ങളുടെ പൗലോസ് പറയുന്നതാണ്, നിങ്ങളുടെ ഈ ജീവൻ്റെ അടിസ്ഥാനം, ഈ രക്ഷയുടെ അടിസ്ഥാനം സമ്പത്തല്ല, വർദ്ധിച്ചു വരുന്ന ഈ സമ്പത്തല്ല, അല്ലെങ്കിൽ ഇതൊന്നുമല്ല. ദൈവകൃപയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ വിലയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും ഇത് ചെയ്യാൻ, ബോസ്റ്റ് ചെയ്യാൻ, പ്രശംസിപ്പാൻ ഒന്നുമില്ലാത്തത് കൊണ്ടും ദൈവസഭ കർത്താവ് പണിയും, ആ ഒരു ഭാഗത്തിൻ്റെ ഒരു പങ്കാളിയായി തീരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് നഷ്ടമുണ്ടാകും. കാരണം ഈ ദൈവം ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി വന്നത് ഈ കർത്താവിൻ്റെ സഭയെ പണിയുമ്പം നമുക്കൊരു ആയുസ്സുണ്ട് അല്ലേ? നമ്മൾ വിശ്വസ്തരായി ഇരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആയുസ് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം അല്ലേ? ഇന്ന് കാണുന്ന വയലിലെ പുല്ല്, പൂവ്, ഇതൊന്നും നമ്മൾ നാളെ കാണുന്നില്ല. അപ്പോൾ മനുഷ്യൻ്റെ ആയുസ്സും അതുപോലെയാണ് എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം വിശ്വസ്തയോടെ ഓടുക. അപ്പോൾ അത് ഓടിയാൽ മാത്രമാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് നല്ല ദാസനെ, ഒരു വചനത്തിൽ പറയുന്നുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളി കേൾക്കുക. അപ്പോൾ ആ ഭാഗത്തിൽ തന്നെ പറയുന്നത് അല്പത്തിൽ വിശ്വസ്തനാണ്. നമുക്കറിയാം, താലന്ത് ഏൽപ്പിച്ച വ്യക്തികൾ 10 കിട്ടിയവനും 5 കിട്ടിയവനും 2 കിട്ടിയവനും അല്ല 1 കിട്ടിയവനും, അവൻ ഏറ്റവും കൂടുതൽ കിട്ടിയവൻ വ്യാപാരം ചെയ്തു, ഏറ്റവും കുറവ് കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചു മൂടി. ഈ കുറച്ച് കിട്ടിയുള്ളെങ്കിലും ഉണ്ടല്ലോ, കുറച്ചാ നമുക്കുള്ളൂ എന്ന് പറയും. ഈ കുറച്ചെന്ന് പറയുമ്പോൾ ഈ കൃപാവരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ അമാനുഷ്യ അസാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട കേട്ടോ. കാരണം കർത്താവിൻ്റെ നാളുകളിലും കർത്താവിൻ്റെ വേല ചെയ്ത ആളുകളിലും പല തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. കർത്താവിൻ്റെ ശരീരം വാങ്ങിയ ഒരാൾ ധനികനായിരുന്നു, അല്ലെങ്കിൽ അരിമത്തിക്കാരനായ ജോസഫ്, അല്ലെങ്കിൽ പല ഈ മാർക്കോസിൻ്റെ മാളിക, അങ്ങനെ നമുക്കറിയാം അവർ കൂടിയിരുന്ന്. അപ്പോൾ ഇവരെ ഒന്നും കർത്താവ് നിങ്ങളുടേതെല്ലാം വിറ്റും, ഓരോരുത്തർക്കും ദൈവം ഓരോ
കോളിംഗ് ഉണ്ട്. അപ്പോൾ കർത്താവ് ചില വചനത്തിൽ ചില ആളുകളോട് പറയും, നീ സകലതും വിട്ട് എന്നെ അനുഗമിക്കുന്നു പറയുമ്പോൾ തന്നെ കർത്താവ് ചില ആളുകളോട് പ്രത്യേകമായി പറയുന്നുണ്ട്, നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് നീ പാവങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അത് ഓരോ വ്യക്തികളോടുള്ള ആ ഒരു അനുഭവത്തിലാണ്, ഓരോ വ്യക്തികളോട് വ്യത്യസ്തമായാണ് സംസാരിക്കുന്നത്. എല്ലാം കോമൺ ആയിട്ടല്ല കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കർത്താവിനെ അനുഗമിക്കാൻ നിങ്ങളുടെ ധനം തടസ്സമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ധനം നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായി വരും. എന്നാൽ നിങ്ങളുടെ ആ ധനം നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ അവരെ ദൈവകാര്യങ്ങളിൽ വളർത്തുവാൻ വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു, നിങ്ങളുടെ സമൂഹത്തിനും ദൈവനാമം നിങ്ങളിലൂടെ ഈ ധനം മുഖാന്തരം മഹത്വപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഓരോ കോളിംഗ് ഉണ്ട്. അപ്പോൾ കർത്താവ് അല്പത്തിൽ വിശ്വസ്തനാവുക. നിങ്ങൾ എന്തുവാണോ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനായിരിക്കും നിങ്ങൾക്ക് കഴിവ്. നിങ്ങൾ ഹൃദയം തുറന്ന് ഒരു 50 രൂപ മറ്റുള്ളവന് വെച്ചു കൊടുക്കാനായിരിക്കും നിങ്ങൾക്ക് കഴിവ്. നിങ്ങൾ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്കൊരു മുറിവ് കെട്ടാനായിരിക്കും നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിരിക്കും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിനൊക്കെ കണക്ക് വയ്ക്കുന്നൊരു ദൈവമുണ്ട്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിന് കണക്ക് വയ്ക്കുന്നൊരു ദൈവം ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം, നല്ലത് മാത്രം ചെയ്യാം. ഈ ദൈവസഭ പണിയുന്നതിൻ്റെ ഭാഗമായി നമുക്ക് തീരാം. ഈ ചെറിയ മെസ്സേജിൽ നിന്ന് ഞാൻ നിർത്തുന്നു. തുടർന്നും ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.